ഉത്തർപ്രദേശിലെ സംബൽ ഷാഹി ജുമാ മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ സുപ്രീം കോടതി തടഞ്ഞു. ജനുവരി 8 വരെ ഒരു നടപടിയും സ്വീകരിക്കരുതെന്ന് സംബൽ സീനിയർ ഡിവിഷണൽ സിവിൽ കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. സംബലിൽ സമാധാനവും സാഹോദര്യവും പുലരണമെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സംബൽ ഷാഹി മസ്ജിദിൽ സർവേ നടത്തിയ അഭിഭാഷക കമ്മീഷണറുടെ റിപ്പോർട്ട് തുറക്കുന്നതും സുപ്രീം കോടതി വിലക്കിയിട്ടുണ്ട്. അഭിഭാഷക കമ്മീഷണറുടെ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ തന്നെ സൂക്ഷിക്കണം. അപ്പീലുമായി അലഹാബാദ് ഹൈക്കോടതിയെ സമീപിക്കാനും മസ്ജിദ് ഭരണസമിതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. അലഹാബാദ് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഹർജിയിൽ ഒരു നടപടിയും സ്വീകരിക്കരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മസ്ജിദിൽ സർവേക്ക് അനുമതി നൽകിയ സിവിൽ കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മസ്ജിദ് ഭരണസമിതി നൽകിയ ഹർജിയിലാണ് നടപടി. മസ്ജിദ് ഭരണസമിതിയുടെ ഭാഗം കേൾക്കാതെയാണ് സിവിൽ കോടതി തീരുമാനമെടുത്തതെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. ആരാധനാലയ നിയമം അനുസരിച്ച് മസ്ജിദിനെതിരെ സിവിൽ നിയമ നടപടികൾ ആരംഭിക്കാനാവില്ല. ഇക്കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് സിവിൽ കോടതി തീരുമാനമെടുത്തതെന്നും മസ്ജിദ് ഭരണസമിതി ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. സർവേക്ക് അനുമതി നൽകിയതിന് പിന്നാലെ യുപിയിലെ സംഭാലിൽ സംഘർഷം ആരംഭിച്ചിരുന്നു. കോടതി ഉത്തരവനുസരിച്ച് സർവേ നടത്താനെത്തിയവരെ ജനക്കൂട്ടം തടഞ്ഞു. പിന്നാലെ യുപി പോലീസ് ഇടപെടുകയും വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. സ്ഥലത്ത് നിലനിന്ന ഹരിഹർ മന്ദിർ തകർത്താണ് മുഗൾ ചക്രവർത്തിയായ ബാബർ 1529 മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് മറുവിഭാഗത്തിന്റെ വാദം. സംഭാൽ സംഘർഷത്തിന് പിന്നാലെ 3 പേർ കൊല്ലപ്പെടുകയും പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.